ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. KG, നഴ്സറി അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ അവർക്ക് ഇത് ഉപയോഗപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വരകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റാ എന്ന് പറയുന്ന അക്ഷരം എഴുതി തുടങ്ങും. റാ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം എഴുതാൻ പഠിക്കാം. ആദ്യം അതുകൊണ്ട് തന്നെ റാ എഴുതി പഠിക്കുന്നത്. റാ വെച്ചാണ് ആ എഴുതുന്നത്. ബാക്കി അക്ഷരങ്ങളെല്ലാം നമ്മളിവിടെ റാ എഴുതിയിട്ടുണ്ട്. ഞാൻ റാ വളച്ച് ഒരു റാ പോലെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ തന്നെ റായുടെ പകുതി എടുത്ത് ദാ എഴുതണം. പകുതി വളച്ച് പിന്നെ അതൊരു ഡാ പോലെ. ഡാ എന്നും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ദാ പോലെ എഴുതിയിട്ട്, അതായത് ഒരു 3 പകുതി റായും 3. പിന്നെ അതിനകത്തോടി വീണ്ടും ഒരു റാ ആകുമ്പോൾ ആയുടെ പകുതിയാവും. പിന്നെ ഒരു രാ എഴുതാനും റാ എഴുതുക, അതിലൊരു ചുരുപ്പ്. ഇപ്പം രാ ആയി. ഏകദേശം ഇപ്പം തന്നെ ആയി കഴിഞ്ഞു. പകുതി എഴുതി അതിൻ്റെ കൂടെ ആ രായും കൂടെ എഴുതിയ ആയി. എന്നുള്ള ആദ്യത്തെ അക്ഷരം നമുക്കായി കഴിഞ്ഞു. റാ എഴുതുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആയിലുള്ളത് എല്ലാം റാ തന്നെയാണ്. കണ്ടോ, ദാ എഴുതുന്നത് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ദാ എഴുതാൻ പകുതി റായുടെ ബാക്കി ഒരു 3 പോലെ എഴുതി കഴിഞ്ഞാൽ ദാ ആയി. പിന്നെ ഒരു രായും കൂടി വേണം. നമ്മൾ റാ എഴുതിയിട്ട് അതിനകത്തോടെ ഒരു ചുരുപ്പിടുമ്പോൾ രാ ആയി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് തന്നെ നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ആദ്യത്തേതൊക്കെ നമ്മൾ നല്ലപോലെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം ഓക്കെ ആയിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ആവർത്തിച്ച് കുഞ്ഞുങ്ങളെ എഴുതിപ്പിക്കാൻ ശീലിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൈ നല്ലപോലെ വഴങ്ങി എല്ലാ അക്ഷരവും എഴുതാൻ കണക്കിന് കുഞ്ഞുങ്ങൾ തയ്യാറാവും. അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ താ എഴുതുന്ന വീഡിയോയും കൂടി കൊടുത്തിട്ടുണ്ട്. തായും ഈ പറഞ്ഞ കണക്ക് റാ വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാ അക്ഷരവും നമ്മൾ റാ എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അക്ഷരവും എഴുതാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ റാ എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതി പഠിക്കുക. ഇനി താ എഴുതുന്നത് റാ എഴുതുക, അതിനകത്തുകൂടി ഒരു റായും കൂടി എഴുതുമ്പോൾ തായി. റാ എഴുതുക, അതിനകത്തു കൂടി കറങ്ങി ഒരു റായും കൂടി എഴുതുമ്പോൾ തായി. അല്ലെങ്കിൽ രാ എഴുതിയിട്ട് ബാക്കി ഒരു ചെറിയ റായും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താവും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.